ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ സഹനം ഉണ്ടായിട്ടുണ്ട്. ചില ആൾക്കാരൊരു ഒറ്റപ്പെട്ട ജീവിതം നയിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഒത്തിരി പേരുണ്ടായിരിക്കും നമുക്ക് ചുറ്റും. എന്നിട്ട് നമുക്കൊരു ലോൺലിനെസ്, ഒരു ഏകാന്തത നമ്മളൊക്കെ അനുഭവിക്കുന്നവരാണ്. ഇപ്പം എൻ്റെ കാര്യം പറയുവാണെങ്കിൽ, ഈ അടുത്തിടയ്ക്കാണ് എനിക്ക് എൻ്റെ അപ്പനെയും അമ്മയും നഷ്ടപ്പെടുന്നത്. ഞാനാണെങ്കിൽ ഒറ്റ മകനാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒറ്റയ്ക്കാണ് താമസം. എന്നെ സംബന്ധിച്ച് രാവിലെ എഴുന്നേൽക്കുന്നു, ജോലിക്ക് പോകുന്നു, വൈകിട്ട് വീട്ടിൽ വരുന്നു, എന്തെങ്കിലുമൊക്കെ യൂട്യൂബിലും എല്ലാം കാണുന്നു, അല്ലെങ്കിൽ സിനിമ കാണുന്നു, കിടന്നുറങ്ങുന്നു. അങ്ങനെയൊക്കെയാണ് എൻ്റെ ഒരു ഇത്. ഇത്ര നാളെന്ന് വെച്ചാൽ അപ്പനും അമ്മയും മരിച്ച ആ ഒരു സമയത്ത്, അപ്പോൾ അവർ രണ്ടുപേരും നല്ല ദൈവവിശ്വാസികളാണ്. ഞങ്ങൾ റോമൻ കത്തോലിക്കരാണ്. വേറൊന്നും കൊണ്ടുമല്ല റോമൻ കത്തോലിക്കരാണ് എടുത്തു പറഞ്ഞത്. അവർ രണ്ടുപേരും പള്ളിയിൽ പോവുകയും എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥന. അമ്മയുടെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ, അമ്മ മരിക്കുന്ന ആ ദിവസം വരെ അമ്മയുടെ കയ്യിൽ ജപമാലയുണ്ടായിരുന്നു. അമ്മ ജപമാല ചൊല്ലിക്കൊണ്ടാണ് മരിക്കുന്നതുമൊക്കെ. എന്നിട്ടും എനിക്ക് അവരുടെ ആ ഒരു വിശ്വാസത്തിൻ്റെ ആ ഒരു മാതൃക മുൻപോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല. പ്രത്യേകിച്ച് എൻ്റെ അപ്പനും അമ്മയും മരിച്ച ആ ഒരു സമയത്തെന്ന് വെച്ചാൽ എനിക്ക് ദൈവത്തോട് ചോദ്യങ്ങളായിരുന്നു. എന്താ ഇങ്ങനെ സംഭവിച്ചേ? ഇവർ കുറേ പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ച് അവർ നല്ല അപ്പനും അമ്മയാണ്, നല്ല മാതൃകയാണ് എനിക്ക് നൽകിയിട്ടുള്ളത്. അവർക്ക് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അവർക്ക് വലിയ പ്രായമൊന്നുമില്ല, 54-55 ആ ഒരു വയസ്സൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ ചോദ്യങ്ങളാണ് ചോദിച്ചുകൊണ്ടിരുന്നത്. എന്തുകൊണ്ട്? നമ്മളെപ്പോഴും ദൈവത്തോട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്, അല്ലേ? നമ്മളാരും സഹനങ്ങൾ ചോദിച്ച് വാങ്ങാറില്ല. പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ദൈവം സ്നേഹിക്കുന്നവർക്കെല്ലാം ദൈവം സഹനമാണ് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ അൽഫോൻസാമ്മയുടെ കാര്യം എടുത്താലും, അല്ലെങ്കിൽ ഒരുപാട് വിശുദ്ധരുണ്ട്. നമ്മൾ വിശുദ്ധരുടെ ജീവത ചരിത്രങ്ങളൊക്കെ വായിക്കുമ്പോഴത്തേനും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടിയിട്ടും പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയിട്ടൊക്കെ ദൈവം സഹനങ്ങൾ അവർക്ക് കൊടുത്തിരുന്നത്. ചില വിശുദ്ധരുടെയൊക്കെ അവർ ആത്മാക്കളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടൊക്കെ അവർ ചെയ്ത സഹനങ്ങൾ, അവർ ഏറ്റെടുത്ത സഹനങ്ങളെക്കുറിച്ച് വായിക്കുമ്പോൾ നമുക്ക് തോന്നും, ഇതെങ്ങനെ ഇത് സാധിക്കുന്നു ഇവർക്ക്. എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ദൈവത്തിൻ്റെ ഒരു കൃപയുള്ളതുകൊണ്ട് മാത്രമാണ്. ഇപ്പോൾ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത് തന്നെ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഉൾവിളി ഉണ്ടായി, ഇങ്ങനെ ചെയ്യണമെന്ന്. കാരണം ഒരു പക്ഷേ നിങ്ങളും എന്തെങ്കിലും തരത്തിൽ ഏകാന്തത അനുഭവിക്കുന്നവരായിരിക്കും. ഇപ്പോൾ ഒരുപാട് പേർക്ക് അവർക്ക് എന്താ ഒരു ഏകാന്തതയാണ്. ഏകാന്തത എന്നുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് എനിക്കത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. ശരിയാണ്, ദൈവത്തോട് ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. എങ്കിൽ പോലും ഞാൻ ആ ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടില്ല. ദൈവത്തിലുള്ള വിശ്വാസത്തിൽ കുറച്ച് കുറവ് വന്നെന്ന് പറഞ്ഞാൽ ഞാൻ ദൈവത്തിൽ നിന്ന് ഇങ്ങനെ പൂർണ്ണമായിട്ടും അകന്നു പോയില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് എന്ത് സംഭവിച്ചാലും, അല്ലെങ്കിൽ സംഭവിച്ചതും സംഭവിക്കുന്നതും സംഭവിക്കാനിരിക്കുന്നതും ദൈവം നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടാണെന്നുള്ളൊരു ചിന്ത ഉള്ളിൽ അങ്ങനെ ഉള്ളത് കൊണ്ടാണ്. ഇപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ചിലപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് യുവാക്കളോട് എനിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ യുവജനങ്ങളോട് പറയാനുള്ളത്, ഇപ്പോൾ ഇന്നത്തെ കാലത്ത് ലിവിങ് ടുഗെദർ അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള റിലേഷൻഷിപ്പൊക്കെ ഒത്തിരി ഉള്ളതാണ്. കാരണം നമ്മളെപ്പോഴും ഏകാന്തതയെ മറികടക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, പ്രത്യേകിച്ച് യുവജനങ്ങൾ ചെയ്യുന്നത് പോൺ വീഡിയോസ് കാണുക, മാസ്റ്റർബേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മറ്റോ ഏതെങ്കിലും പെൺകുട്ടികളായിട്ട് അല്ലെങ്കിൽ ആൺകുട്ടികളായിട്ട് ചാറ്റ് ചെയ്യുക. അങ്ങനത്തെയൊക്കെ സംഭവങ്ങളാണ് പലരും സ്വീകരിക്കുന്നത്. ആരും തന്നെ ബൈബിൾ വായിക്കാനോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കാനൊന്നും ആർക്കും താല്പര്യമില്ല. കാരണം നമ്മൾ ജീവിക്കുന്ന ഒരു സാഹചര്യം അങ്ങനത്തെ ഒരു ഇതാണ്. സോഷ്യൽ മീഡിയയിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഫിസിക്കലായിട്ടുള്ള അപ്പിയറൻസിനെ കൂടുതൽ മെച്ചപ്പെടുത്താനും ഒക്കെയാണ്. സ്പിരിച്വലായിട്ട് അങ്ങനെയുള്ള വീഡിയോസിനൊന്നും ആരും പ്രാധാന്യം കൊടുക്കുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ ഇടയ്ക്ക് ചാർലി കിർക്ക് എന്ന് പറയുന്നൊരു അമേരിക്കയിലൊരു പ്രശസ്തനായിട്ടുള്ള ഒരാൾ, അദ്ദേഹം അവിടുത്തെ പ്രസിഡൻറ്റ് ട്രംപിൻ്റെയൊക്കെ വിശ്വസ്തനായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ഈ അടുത്ത ഇടയ്ക്ക് കൊല്ലപ്പെട്ടു. അപ്പോൾ അദ്ദേഹം കൊല്ലപ്പെട്ടത് ഒരു ക്രിസ്തീയ മൂല്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെയാണ് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പണ്ട് കുറേ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഇപ്പോൾ അമേരിക്കയിലൊക്കെ ആണെങ്കിൽ കൂടുതൽ യുവാക്കൾ പള്ളിയിലോട്ടൊക്കെ പോയി തുടങ്ങിയെന്നാണ് ഞാൻ അറിയുന്നത്, പ്രത്യേകിച്ച് കത്തോലിക്കരായിട്ടുള്ള യുവാക്കൾ. ഇതൊക്കെ കാണുമ്പോഴത്തേന് എനിക്ക് തോന്നിയിട്ടുള്ളത്, പണ്ടത്തെ ആൾക്കാരിൽ തീർച്ചയായിട്ടും അവരുടെ വിശ്വാസത്തിൻ്റെ തീക്ഷ്ണത വളരെ കൂടുതലായിരുന്നു. പക്ഷേ എന്നിരുന്നാലും ഇപ്പോഴത്തെ ജെൻസി എന്നൊക്കെ പറയുന്ന പിള്ളേരിലും നമുക്ക് ഒത്തിരി പേരെ ദൈവവിശ്വാസത്തിൽ അവർ അടിയുറച്ച് വിശ്വസിക്കുന്നത് കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു അസൂയ എന്ന് വേണമെങ്കിൽ പറയാം. അവർ ബൈബിൾ എപ്പോഴും കൊണ്ട് നടക്കുന്നു, അല്ലെങ്കിൽ ഫോണിലാണെങ്കിലും ബൈബിളിൻ്റെ ആപ്പൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ബൈബിൾ വായിക്കുന്നു. അപ്പോൾ എവിടെയാണെങ്കിലും എപ്പോഴാണെങ്കിലും ദൈവത്തെക്കുറിച്ച് അറിയാനും ദൈവത്തെക്കുറിച്ച് കേൾക്കാനും ഇപ്പോൾ ഒരുപാട് പേര് യൂട്യൂബിലൊക്കെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, ദൈവത്തിൻ്റെ ഒരു വചനപ്രഘോഷകനായിട്ട്.
അപ്പോൾ ഈ ഒരു തരത്തിൽ നമുക്ക് എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ ശത്രുവായിട്ടുള്ള സാത്താന് സോഷ്യൽ മീഡിയയിൽ അവൻ്റെ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ച് മനുഷ്യനെ എങ്ങനെയൊക്കെ വഴിതെറ്റിക്കാവോ അങ്ങനെയൊക്കെ വഴിതെറ്റിക്കാൻ നോക്കുന്ന ഈ ഒരു അവസരത്തിൽ ദൈവത്തിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവണം. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം തരുന്ന സഹനങ്ങൾ അല്ലെങ്കിൽ കുറവുകൾ അതൊരിക്കലും ദൈവത്തെ നിങ്ങൾ നെഗറ്റീവല്ല ചെയ്യുന്നത്, നിങ്ങളെ ദൈവത്തിങ്കിലേക്ക് കൂടുതൽ അടുപ്പിക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒറ്റ കാര്യമാണ്, ദൈവം നിങ്ങൾ ഒരിക്കലും കൈവിടത്തില്ല. ദൈവത്തിൻ്റെ ആ ഒരു സ്നേഹത്തിൻ്റെ ചിറകിൽ ദൈവം നിങ്ങളെ എപ്പോഴും കാത്തുകൊള്ളും. ദൈവം എപ്പോഴും നമ്മോട് കൂടെയുണ്ട്. ആമേൻ.